शांति। आज पावर ऑफ साकाश के ऑनलाइन मंच से आप सबसे हेलो हो रही है। ഇന്ന് വിശ്വപരിവർത്തനം സങ്കല്പശക്തിയിലൂടെ എന്ന വിഷയത്തെക്കുറിച്ചിട്ടുള്ള വളരെ നല്ല സൂക്ഷ്മത്തിൽ പോവാനുള്ള സകാശ് നൽകുന്ന വിഷയത്തെക്കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം. നമ്മളെല്ലാവരും ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ്. നമ്മളെല്ലാവരും രാജയോഗി ജീവിതം ജീവിക്കുന്നവരാണ്. രാജയോഗം അഭ്യസിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സുഖശാന്തിയുടെ ഫലം അനുഭവിക്കുന്നവരാണ്. നമ്മളെല്ലാവരും ബ്രഹ്മവത്സരാണ്. നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സമൂഹത്തിലേക്ക് ശാന്തിയുടെയും സുഖത്തിൻ്റെയും അന്തരീക്ഷത്തെ സൃഷ്ടിച്ചു നൽകുക. സമൂഹത്തിൽ പോലും നമ്മൾ ഓരോരുത്തരും ആരുടെയെല്ലാം സംബന്ധ സമ്പർക്കത്തിലേക്ക് വരുന്നുവോ, ആരുടെ കൂടെ ഇരിക്കുന്നുവോ, ആരുടെയൊക്കെ ഒപ്പം നമ്മൾ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മുടെ കൂട്ടുകെട്ടിലൂടെയും നമ്മുടെ സംബന്ധ സമ്പർക്കത്തിലൂടെയും അവർക്ക് നമ്മുടെ വൈബ്രേഷൻ അനേക ആത്മാക്കൾക്ക് അവരുടെ മാനസികമായിട്ടുള്ളൊരു പുരോഗമനത്തിനും അവരുടെ ജീവിതത്തിലെ സുഖശാന്തിയുടെ സന്തോഷത്തിൻ്റെ അനുഭൂതി ഉണ്ടാക്കി കൊടുക്കാനും നമ്മുടെ വൈബ്രേഷൻ കൊണ്ട് പറ്റണം. ഇതും നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ എനർജി എല്ലാം തന്നെ ഈശ്വരീയ സേവനത്തിന് അഥവാ മുഴുവൻ വിശ്വത്തിൻ്റെയും മാനവ സേവനത്തിനായി ഉപയോഗിക്കേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ സദുപയോഗം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും അവരവരുടെ മംഗളവും ചെയ്യുന്നുണ്ട്. ഒപ്പം വിശ്വത്തിൻ്റെയും മംഗളം കൂടെ നമ്മൾ ചെയ്യുന്നവരാണ്. നമ്മൾ ഓരോരുത്തരും ദിവ്യഗുണങ്ങളാകുന്ന ഒരു പൂച്ചെണ്ടായി മാറിക്കൊണ്ട് ഒരു പൂച്ചെണ്ടിൽ നിന്നും എങ്ങനെയാണ് പല പ്രകാരത്തിലുള്ള സുഗന്ധം ഉണ്ടാവാറുള്ളത് പല പൂക്കളുടെ, അതേപോലെ തന്നെ നമ്മുടെ സംബന്ധ സമ്പർക്കത്തിലേക്ക് ഏതൊരാത്മാക്കൾ വരുമ്പോഴും അവർക്കും ആത്മീയ സുഗന്ധത്തിൻ്റെ അനുഭൂതി ഉണ്ടാകണം. അതായത് ശാന്തിയുടെയും സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭൂതി കൈവരിക്കാൻ സാധിക്കണം. അനേക ആത്മാക്കൾക്ക് നമ്മുടെ ജീവിതം ഒരു ഛത്രഛായയായിട്ട് മാറണം. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ തന്നെ ദിവ്യഗുണങ്ങളാൽ സമ്പന്നമാക്കി മാറ്റണം. നമ്മുടെ ആഹാരം, നമ്മുടെ വിചാരം, നമ്മുടെ വ്യവഹാരം ഇതെല്ലാം തന്നെ ഇതിനു വേണ്ടി വളരെയധികം സാത്വികമായിരിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യവഹാരം, കൊടുക്കൽ വാങ്ങൽ എല്ലാവരെ പ്രതിയും മംഗളം നിറഞ്ഞതായിരിക്കണം. നമ്മുടെ ഓരോരുത്തരും നമ്മുടെ വൃത്തി, നമ്മുടെ മനോഭാവം സർവരെ പ്രതിയും ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും ആയിരിക്കണം. ഇനി ഈ ഒരു സ്ഥിതി സദാ നിലനിർത്തിക്കൊണ്ടേ പോകണം. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ നിന്നും വളരെയധികം ശുഭഭാവനയുടെയും ശുഭസങ്കല്പങ്ങളുടെയും ചിന്തകൾ, ശ്രേഷ്ഠമായ സങ്കല്പങ്ങൾ പ്രവഹിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളിൽ നിന്നും അനേക ആത്മാക്കൾക്ക് ഉത്സാഹത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെയും വൈബ്രേഷൻസ് ലഭിക്കണം. ഇതിനെ തന്നെയാണ് പറയുന്നത് സകാശ് നൽകുക എന്നത്. നമ്മൾ ഓരോരുത്തരും രാജയോഗി ജീവിതം നയിച്ചുകൊണ്ട് നമ്മുടെ ഈ ജീവിതത്തെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റണം. ഒപ്പം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളരെയധികം രുചിയുമുണ്ടാകണം. ഒപ്പം നമ്മുടെ ഉള്ളിലെ ആത്മീയ ലഹരി നിരന്തരമായിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ വിശ്വത്തിൻ്റെ സേവനം നമ്മളിലൂടെ നടക്കുള്ളൂ. ഒപ്പം വിശ്വത്തിൻ്റെ സകാശ് നൽകുന്ന സേവനവും നമുക്ക് നൽകാൻ കഴിയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതം എത്ര അമൂല്യമായിട്ടുള്ള ജീവിതമാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് സ്വയം ഭഗവാൻ പോലും എല്ലായ്പ്പോഴും മഹിമ പാടാറ്. നമ്മൾ കേവലം നമ്മുടെ കുടുംബത്തിൻ്റെ മാത്രം മംഗളം ചെയ്യുന്നവരല്ല, നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിൻ്റെയും മഹിമ ചെയ്യുന്നവരല്ല. ഭാരതത്തിൻ്റെ മാത്രമാണെന്നും പറയാൻ പറ്റില്ല, വിശ്വകല്യാണമാണ്.
മുഴുവൻ വിശ്വത്തെയും ഉദ്ധരിക്കുന്നവരാണ്. മുഴുവൻ വിശ്വത്തിനായി ശക്തി പ്രദാനം ചെയ്യുന്ന വിശ്വമംഗളകാരികളായ ആത്മാക്കളാണ് നാം ഓരോരുത്തരും. നമ്മൾ ഓരോരുത്തരും ഭാരതരത്നങ്ങളായി മാറുന്നവരാണ്. സാധാരണ നമ്മളെല്ലാവരും കണ്ടിട്ടില്ലേ, നമ്മുടെ സമൂഹത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലോ ഏതെങ്കിലും പ്രകാരത്തിലുള്ള ആപദ്ഘട്ടങ്ങൾ വരുമ്പോൾ ഈ ആപദ്ഘട്ടങ്ങളെ സഹായിക്കാനുള്ള ഒരു രക്ഷാ സൈന്യമുണ്ടാകും. അതേപോലെ തന്നെ ഇന്ന് ഈ കലിയുഗവും ഒരു ആപദ്ഘട്ടത്തിലാണ്. സ്വയം ഭഗവാൻ തന്നെ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഭഗവാനോടൊപ്പം നമ്മൾ ഓരോരുത്തരും രക്ഷാ സൈന്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ആരാണോ അങ്ങനെ രക്ഷാ സൈന്യമായിട്ട് പ്രവർത്തിക്കുന്നത് അവർക്ക് എല്ലായ്പ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും അവസാനം എന്തെങ്കിലും ഒരു അവാർഡുകൾ കിട്ടും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പുരസ്കാരങ്ങൾ ലഭിക്കാറുണ്ട്. ഇതേപോലെ തന്നെ ഭഗവാനും നമുക്ക് ഓരോരുത്തർക്കും വിശ്വമംഗളം ചെയ്യുന്ന സമയത്ത് പുരസ്കാരങ്ങൾ നൽകുന്നുണ്ട്. ലോകത്തിൽ തന്നെ ഇന്നത്തെ അവസ്ഥ എന്താണ്? പല പ്രകാരത്തിലുള്ള ആപദ്ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇന്ന് സമൂഹം മുഴുവൻ എന്തു ചെയ്യുന്നുണ്ട്? പല പ്രകാരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഈ സാമൂഹിക സേവനങ്ങൾ ചിലർ ശരീരം കൊണ്ട് ചെയ്യും, ചിലർ സമയം കൊണ്ട് ചെയ്യും, ചിലർ ധനപരമായിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ എന്നിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ലോകത്തിലെ ആപത്തുകളെല്ലാം ഇല്ലാതായോ? ലോകത്തിലെല്ലാ മനുഷ്യരുടെയും ദുഃഖം ഇല്ലാതായോ? ഇല്ലല്ലോ. അതെല്ലാം കൂടുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം ഈ ലോകത്തിലെ എല്ലാ പ്രകാരത്തിലുള്ള ആപദ്ഘട്ടങ്ങളിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കാൻ ബാബയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. അത് ഒരേയൊരു ബാബയുടെ മാത്രം കർത്തവ്യമാകുന്നു. ഇന്ന് ലോകത്തിലെ ആശ്രയങ്ങൾ അന്വേഷിക്കുന്നവരായിക്കോട്ടെ, തണലുകളും അല്ലെങ്കിൽ അഭയവും അന്വേഷിക്കുന്നവരായിക്കോട്ടെ, ദിനം പ്രതിദിനം അത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അവരുടെ എണ്ണം. അതിനാൽ ഇതെല്ലാം എപ്പോഴേ ഇല്ലാതാകുള്ളൂ എന്ന് പറയട്ടെ, ഭൗതികമായിട്ടുള്ള സഹായങ്ങൾ നമ്മൾ ആർക്കാണെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടാവും. പക്ഷേ ഭൗതികമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനോടൊപ്പം ആരാണോ നമുക്ക് ചുറ്റുമുള്ളവർ സഹായം അഭ്യർത്ഥിക്കുന്നത് അവർക്ക് സൂക്ഷ്മ രീതിയിലുള്ള സേവനങ്ങൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ മുഴുവൻ ലോകത്തിലും ഇന്ന് പീസ് ഹൗസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശാന്തി വൻ എന്നറിയപ്പെടുന്നത് മധുബനാണ്, പാണ്ഡവ് ഭവനാണ്. മുഴുവൻ എല്ലാ ആത്മാക്കളും തൻ്റെ തപസ്സിലൂടെ, തൻ്റെ ആത്മീയ സാധനയിലൂടെ ഈ മുഴുവൻ ലോകത്തിലേക്കും സൂക്ഷ്മ രീതിയിൽ ഇരുന്നു കൊണ്ട് ശാന്തിയുടെ ദൂതന്മാരായി മാറുകയാണ്. ഇന്ന് ലോകത്തിനും അതാണ് ആവശ്യം, സൂക്ഷ്മത്തിലുള്ള സേവനം. ഇതിനെയാണ് പറയുന്നത് സകാശ് കൊടുക്കുന്ന പദ്ധതി എന്ന് പറയും. അതായത് ഒരു ഭാഗത്ത് ഭൗതികമായിട്ടുള്ള സേവനങ്ങളും സോഷ്യൽ സർവീസുകളും ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം പരിപൂർണമായിട്ടും അവരിൽ എത്തിപ്പെടണമെങ്കിൽ അതിനെ സൂക്ഷ്മതലത്തിലുള്ള ഒരു സേവനം കൂടി ചെയ്യണം. അതിനെയാണ് പറയുന്നത് സകാശ് നൽകുക, കറണ്ട് നൽകുക, അല്ലെങ്കിൽ സൂക്ഷ്മത്തിലുള്ള മനസാ സേവനം ചെയ്യുക എന്നൊക്കെ പറയും. ഞാൻ ഈ ഒരു അവസരത്തിൽ ആരാണ് ഓരോ ദിവസങ്ങളിലും സകാശ് നൽകുന്ന മനസാ സേവനത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കി അതിനു വേണ്ടിയിട്ടുള്ള പുരുഷാർത്ഥത്തിൽ ആര് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ അവർക്കെല്ലാവർക്കും മനസ്സുകൊണ്ട് ഞാനൊരു നന്ദി അറിയിക്കുന്നു. സാധാരണ നമ്മൾ ലോകത്തിൽ പോലും കണ്ടിട്ടില്ലേ, ഇപ്പോൾ ചിലർക്ക് ആഹാരം, അന്നദാനം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കും. ഈ അന്നദാനം 25 പേർക്ക് കൊടുക്കാനാണെങ്കിലും 50 പേർക്ക് കൊടുക്കാനുള്ള പ്ലാനാണെങ്കിലും അല്ലെങ്കിൽ 100 പേർക്ക് കൊടുക്കാനുള്ള പ്ലാനാണെങ്കിലും ആ ഒരു പ്ലാനിനെ അവർക്ക് പ്രാക്ടിക്കലാക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അവർക്ക് എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അത് ഉണ്ടാക്കാനുള്ള ആളുകൾ വേണം. 24 മണിക്കൂറും ചിലപ്പോൾ അതിനുവേണ്ടി സമയം ചെലവാക്കേണ്ടതായിട്ട് വരും. അതിലെ ചിലർക്കെന്ന് പറയുന്നത് ശരീരം കൊണ്ടുള്ള സേവനമായിരിക്കും. ചിലർക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്ലാനുകൾ ഉണ്ടാക്കുന്ന ബുദ്ധി കൊണ്ടുള്ള സേവനമായിരിക്കും. ഇതെങ്ങനെ
അനേകരിലേക്ക് എത്തിച്ചു കൊടുക്കാം. അന്നദാനം ചെയ്യുന്നു, പക്ഷേ ഈ അന്നദാനത്തെക്കുറിച്ചിട്ടുള്ള പദ്ധതി തയ്യാറാക്കുന്ന ഒരു ടീം അംഗങ്ങളുണ്ടായിരിക്കും. രണ്ടാമത്തെ ടീമെന്ന് പറയുന്നത് ഉണ്ടാക്കുന്നവരായിരിക്കും. മൂന്നാമത്തെ ടീമെന്ന് പറയുന്നത് അത് വിതരണം ചെയ്യുന്നവരായിരിക്കും. ചിലരെ ധനപരമായിട്ട് സഹായം ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ഇവരെല്ലാവരും അവരവരുടെ സേവനങ്ങളിൽ തുല്യര് തന്നെയാണ്. അങ്ങനെ ഭൗതികമായിട്ടുള്ളൊരു സേവനം ചെയ്തുകൊണ്ട് അനേകരുടെ വിശപ്പടക്കാൻ ഇവർക്ക് സാധിച്ചു. പക്ഷേ ഇന്ന് ആളുകൾക്കുള്ളത് മനസ്സിൻ്റെ വിശപ്പാണ്. ഈ മനസ്സിൻ്റെ വിശപ്പടക്കാനും ഇതുപോലെ ഒരു ടീം ആവശ്യമാണ്. ഇതിനു വേണ്ടി അധ്വാനിക്കാനുള്ള ചില ആളുകൾ ആവശ്യമാണ്. ഇതിനു വേണ്ടി സമയവും കണ്ടെത്താനായിട്ട് ആളുകളുടെ ആവശ്യകതയുണ്ട്. ഇന്ന് ചുറ്റുമുള്ളവരെ, നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന് ആഹാരത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഭിക്ഷ യാചിക്കുന്നവരെ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആളുകളുടെ എണ്ണമുണ്ടാവുമായിരിക്കും. പക്ഷെ ശാന്തിയുടെ വിശപ്പ് അല്ലെങ്കിൽ ശാന്തിക്കായിട്ട് ദാഹിക്കുന്നവരെ വെറും 100 പേരല്ല, അല്ലെങ്കിൽ 1000 പേരോ 1,00,000 പേരോ അല്ല, പകരം കോടിക്കണക്കിന് മനുഷ്യാത്മാക്കളാണ്. അതിനർത്ഥം ലോകത്തിലെ ഓരോ മനുഷ്യാത്മാക്കളും ഇന്ന് ശാന്തിക്കായി ദാഹിക്കുന്നവരാണ്, സുഖത്തിൻ്റെ വിശപ്പ് ഉള്ളവരാണ്. അപ്പോൾ അത്രയും പേരുടെ എണ്ണം കണ്ടിട്ട് വേണം ഇങ്ങനൊരു സേവനം നമുക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ശാന്തിയുടെ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം, എത്രത്തോളം മൗനത്തിൻ്റെ സ്റ്റോക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഒന്ന്, നമ്മുടെ ഉള്ളിലെ മൗനത്തിൻ്റെ ശക്തി കൊണ്ടും ശാന്തിയുടെ ശക്തി കൊണ്ടും അവനവനെയും ശാക്തീകരിക്കണം. ഇനി അനേക ആത്മാക്കൾക്ക് ആ ശാന്തിയുടെ ശക്തി പ്രദാനവും ചെയ്യണം. ശാന്തിയുടെ സ്തംഭമായി മാറി, അല്ലെങ്കിൽ പീസ് ലൈറ്റ് ഹൗസായി മാറി എല്ലാവർക്കും ആശ്രയം നൽകുന്നവരായി മാറണം. അനേക ആത്മാക്കൾക്ക് ഇങ്ങനെ ശാന്തിയുടെ ശക്തി കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉള്ളിൽ ശാന്തിയുടെ ഖജനാവ് തന്നെ സമ്പന്നമായിരിക്കണം, നിറഞ്ഞിരിക്കണം. എത്ര തന്നെ വിതരണം ചെയ്താലും നമ്മുടെ ഉള്ളിൽ അപ്പോഴും അതേപോലെ സ്റ്റോക്ക് ഉള്ളതുപോലെ തന്നെ ഉണ്ടായിരിക്കണം. എങ്കിലേ കോടിക്കണക്കിന് മനുഷ്യാത്മാക്കളുടെ മനസ്സിനെ ശാന്തമാക്കാൻ നമുക്ക് സാധിക്കൂ. ഇതിനെ ആദ്യം നമ്മൾ മനസ്സാസേവനം ചെറുതായിട്ട് ആരംഭിക്കണം. ഒന്ന്, നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ശാന്തി നൽകുക, വൈബ്രേഷൻ കൊടുക്കുക. അടുത്തത്, നമുക്ക് ചുറ്റുമുള്ള ഒരു ചെറിയൊരു ലോകമുണ്ടാകും, നമ്മുടെ ബന്ധുമിത്രാദികൾ. അവർക്കും ശാന്തി ദാനം കൊടുക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിയും തോറും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശാന്തി കൊടുക്കുന്നതിൻ്റെ ആ ഒരു പ്ലാനെ കുറച്ച് വലുതാക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും അനേക ആത്മാക്കൾക്ക് ശാന്തി നൽകുന്നതിനായി ശാന്തിയുടെ സ്റ്റോക്ക് ആദ്യം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കണം. അതിനർത്ഥം ശുഭസങ്കല്പത്തിൻ്റെയും ശുഭഭാവനയുടെയും ഖജനാവ് കൊണ്ട് നമ്മൾ ഓരോരുത്തരും സമ്പന്നമാകണം. ഈ മനസാസേവ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രുചിയാണ് നമ്മുടെ ഉള്ളിൽ കൂട്ടേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ സാധനയുടെ ലക്ഷ്യം ഇതായിരിക്കണം. ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിലെ ഓരോ ആത്മാക്കൾക്കും നമ്മളിൽ നിന്നും ശാന്തിയുടെ, സുഖത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ശക്തികളുടെ അനുഭൂതി ലഭിക്കണം. എത്രത്തോളം ഇതൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുവോ അതത്രത്തോളം 100 മടങ്ങായി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. സകാശം നൽകുന്നതിന് വേണ്ടി അനേക ആത്മാക്കൾക്ക് സൂക്ഷ്മത്തിൽ മനസാസേവ നൽകുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളെ തയ്യാറാക്കേണ്ട ആവശ്യകതയുണ്ട്. ഇതിനായി പരമാത്മാവിൻ്റെ സ്മൃതി നമ്മുടെ ഉള്ളിൽ സമ്പന്നമായിരിക്കണം. അതായത് എല്ലായ്പ്പോഴും ബാബയുടെ സ്മൃതി നിലനിർത്തുക. നമ്മുടെ ഉള്ളിൽ ബാബയുടെ സ്മൃതി ഇത്രയും ഉണ്ടായിരിക്കണം. നമ്മളിലൂടെ തന്നെ അനേക ആത്മാക്കൾക്ക് ഈശ്വര സ്മൃതി ഉണരണം. ഈശ്വരൻ്റെ ചിന്തനങ്ങൾ അനേക ആത്മാക്കളിൽ ഉണർത്തിക്കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. പക്ഷേ അനേകരുടെ ഉള്ളിലേക്ക് ഈശ്വര സ്മൃതി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത്രത്തോളം തന്നെ
പരമാത്മ ചിന്തനം ഉണ്ടാകണം. നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ സൂക്ഷ്മത്തിലുള്ള മനസ്സാ സേവ, സകാശ നൽകുന്ന സേവനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയേ പറ്റൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏതൊരാത്മാക്കൾക്കും ആവശ്യമെന്ന് പറയുന്നത് മനസ്സാ സേവനത്തിൻ്റെ റിസൾട്ടാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് ലോകത്തിൻ്റെ പരിതസ്ഥിതിയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിലെ അശാന്തിയും ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ജീവിതത്തിലെ വെല്ലുവിളികളും ഇതെല്ലാം കൂടുതലാണ്. അനുദിനം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പ്രകാരത്തിലുള്ള രോഗങ്ങളും ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ആളുകളുടെ ഉള്ളിലാണെങ്കിൽ പരസ്പരമുള്ള സ്നേഹം, വിശ്വാസം ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാം കൊണ്ടും ഇന്ന് മനുഷ്യർ വിഷാദത്തിലേക്കും നിരാശയിലേക്കും കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മുടെ ജീവിതം. ഈ സമയത്താണ് അനേക ആത്മാക്കൾക്ക് ആശാദീപങ്ങളായിട്ട് നമ്മൾ മാറേണ്ടത്. അനേക മനുഷ്യ ആത്മാക്കൾക്ക് ശാന്തിയുടെ ദൂതന്മാരായിട്ട് നമുക്ക് മാറണം. അതിനു വേണ്ടിയിട്ടാണ് സകാശം നൽകേണ്ട മനസ്സാ സേവനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതി തയ്യാറാക്കേണ്ടത്. ഇന്ന് ആളുകൾക്ക് നോക്കൂ, ഭയവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അമിതമായ ചിന്തകൾ കാരണം ഇന്ന് ആളുകൾക്ക് പല പ്രകാരത്തിലുള്ള ഭയമാണ്. ഭാവിയെക്കുറിച്ചിട്ടുള്ള ചിന്ത, മക്കളെക്കുറിച്ചിട്ടുള്ള ചിന്ത, തൻ്റെ തന്നെ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ചിന്ത. അവരെ ഭയത്തിൽ നിന്നുകൂടി മുക്തമാക്കേണ്ട ഒരു ചുമതല നമുക്കാണുള്ളത്. മനസ്സിനും ഇന്ന് രോഗം ബാധിച്ചിരിക്കുന്നു, ശരീരത്തിനും രോഗം ബാധിച്ചിരിക്കുന്നു. അപ്പോൾ ബാബ നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തം എത്ര വലുതാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള വിഷയങ്ങളെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് നമ്മുടെ വിഷയങ്ങളെ എല്ലാം ബാബയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് വിശ്വപരിവർത്തനത്തിന് വേണ്ടി അല്ലെങ്കിൽ വിശ്വമംഗളത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട സമയമാണിത്. അനേക ആത്മാക്കൾ ആത്മീയതയുടെ വൈബ്രേഷൻ, ശാന്തിയുടെ വൈബ്രേഷൻ, സുഖത്തിൻ്റെ വൈബ്രേഷൻ ആഗ്രഹിക്കുന്നവരാണ്. അത് പ്രദാനം ചെയ്യേണ്ട ചുമതല നിങ്ങൾ മനുഷ്യാത്മാക്കൾക്കുള്ളതാണ്. ഇത് തന്നെയാണ് സത്യമായ സേവനമെന്ന് പറയുന്നത്. സങ്കല്പത്തിൻ്റെ ശക്തിയിലൂടെ വിശ്വത്തിൻ്റെ പരിവർത്തനം സൂക്ഷ്മരൂപത്തിൽ നടക്കണം. ഇപ്പോൾ സങ്കല്പശക്തി വളരെയധികം ശ്രേഷ്ഠമാണ്, ശക്തിയാണ്. തീവ്രഗതിയിൽ മുന്നോട്ടു പോകുന്ന ഉപാധി സാധനമാണ് സങ്കല്പത്തിൻ്റെ ശക്തി. പരമാത്മാവ് സങ്കല്പത്തിലൂടെയാണ് സൃഷ്ടി നടത്തിയത് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? സൃഷ്ടി എന്ന് പറയുമ്പോൾ തന്നെ ഈ സൃഷ്ടിയിൽ 2 പ്രകാരത്തിലുള്ള ഘടകങ്ങളാണുള്ളത്. ഒന്നാണ് പ്രകൃതി, രണ്ടാമത്തേതാണ് മനുഷ്യർ. ഈ 2 പ്രകാരത്തിലുള്ള ഘടകങ്ങളുടെയും പരിവർത്തനം കൊണ്ടുവരിക, അതാണ് ബാബ ചെയ്യുന്ന പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. എന്നാൽ ഓരോ മനുഷ്യ ആത്മാക്കളുടെയും പരിവർത്തനം നടക്കുന്നതും സൃഷ്ടിയുടെ പരിവർത്തനം നടക്കുന്നതും തീർച്ചയായും സൂക്ഷ്മമായ സങ്കല്പത്തിൻ്റെ ശക്തികൾ കൊണ്ട് തന്നെയാണ്. നമുക്കും ഓരോരുത്തർക്കും അവരവരെ പരിവർത്തനപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? നമുക്ക് ഓരോരുത്തർക്കും പിതാവെന്ന് പറയുന്നത് പരംപിത പരമാത്മാവാണ്. പരംപിത പരമാത്മാവിൽ എന്ത് മഹിമകളുണ്ടോ, എന്ത് ഗുണങ്ങളുണ്ടോ, എന്ത് ശക്തികളുണ്ടോ, ഇവ നമ്മളിലും ഉണ്ടാകണം. ഈ ശക്തികളെ കൊണ്ട്, ഈ ഗുണങ്ങളെ കൊണ്ട് അനേക ആത്മാക്കളുടെ സേവനം നമ്മൾ ചെയ്യണം. ഇതിനെയാണ് വിശ്വപരിവർത്തനം, വിശ്വമംഗളം എന്നൊക്കെ പറയുന്നത്. ശിവ് ബാബയ്ക്ക് സമാനം ബാബ എങ്ങനെയാണോ വിശ്വപരിവർത്തകൻ, ബാബയ്ക്ക് സമാനം മാസ്റ്റർ വിശ്വകല്യാണകാരി സ്ഥിതിയിലിരുന്നു കൊണ്ട് ബാബയുടെ സഹയോഗിയായി, ബാബയുടെ റൈറ്റ് ഹാൻഡായി ആ സേവനം ചെയ്യണം. നമ്മൾ ഓരോരുത്തരും യോഗി ജീവിതം നയിക്കുന്നവരാണ്, യോഗത്തിൻ്റെ അഭ്യാസം ചെയ്യുന്നവരാണ്. അനേക പ്രകാരത്തിലുള്ള സമസ്യകൾ ഇനി ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും കൂടിക്കൊണ്ടേയിരിക്കും. ഇനി കടന്നു വരുന്ന എല്ലാ പ്രകാരത്തിലുള്ള സമസ്യകളെയും പരിഹരിക്കാനുള്ള ഒരേ ഒരു മാർഗം ഒന്ന് മാത്രമായിരിക്കും: യോഗത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ യോഗത്തിൻ്റെ പ്രയോഗം. സങ്കല്പത്തിൻ്റെ ശക്തി ആദ്യം നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയോഗിക്കണം. ഒന്ന് നമ്മുടെ ശരീരമാകുന്ന
പ്രകൃതിക്ക് യോഗദാനം നമ്മൾ നൽകണം. എന്തുകൊണ്ടെന്നാൽ സേവനത്തിനായിട്ടും പുരുഷാർത്ഥത്തിനായിട്ടും നമുക്കാദ്യം നമ്മുടെ ശരീരത്തിൻ്റെ സഹയോഗം ആവശ്യമായിട്ടുണ്ട്. അതിനാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. മനസ്സാ സേവനം ആരംഭിക്കുമ്പോൾ ആദ്യം തൻ്റെ ശരീരത്തിന് തന്നെ മനസ്സാ സേവനം ചെയ്യുക. ശരീരത്തിലെ ഓരോ ഇന്ദ്രിയങ്ങളും സുഗമമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടും സ്വസ്ഥമായിരിക്കാനും ആരോഗ്യത്തോടെ പോകുന്നതിന് വേണ്ടിയും തൻ്റെ ശരീരത്തിന് സകാശം നൽകൂ. ശാന്തിയുടെയും പവിത്രതയുടെയും ദാനം നൽകൂ. എത്രത്തോളം നിങ്ങളുടെ ഉള്ളിൽ ശ്രേഷ്ഠമായ സങ്കല്പമുണ്ടോ, ശുദ്ധമായ സങ്കല്പങ്ങളുണ്ടോ, ശ്രേഷ്ഠമായ ഭാവനകളുണ്ടോ, ഇതിൻ്റെ പ്രഭാവം നിങ്ങളുടെ ശരീരത്തിനും ലഭിക്കുന്നതായിരിക്കും. ശരീരവും ചഞ്ചലതകളിൽ നിന്നും മുക്തമാകും. ഈ ദേഹവും നിങ്ങൾക്ക് വളരെയധികം സഹയോഗം തരാൻ ആരംഭിക്കും. ദീദി തൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണ്. ഒരു പ്രാവശ്യം എനിക്ക് സൗത്ത് അമേരിക്ക അവിടെ സേവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു 15 ദിവസത്തിൻ്റെ ടൂറ് വെച്ചിട്ടുണ്ടായിരുന്നു. പല പ്രകാരത്തിലുള്ള പ്രോഗ്രാമുകളായിരുന്നു സൗത്ത് അമേരിക്കയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് 15 ദിവസത്തെ. പക്ഷേ പോകാനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിന് തൊട്ട് മുൻപായിട്ട് എനിക്ക് വളരെയധികം വയറുവേദന അനുഭവപ്പെട്ടു. ഇനി ആ വയറുവേദന എന്ന് പറയുന്നത് ഒരു സാധാരണപ്പെട്ടതായിരുന്നില്ല. നമുക്ക് ചിലപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം, അല്ലെങ്കിൽ ഒരുപാട് നേരം നമ്മൾ ഇരുന്നാൽ, അല്ലെങ്കിൽ അധിക ദിവസങ്ങൾ ട്രാവലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചില വയറുവേദനകൾ ഉണ്ടാകും. അതുപോലത്തെ ആയിരുന്നില്ല ഇത്. അതിനേക്കാളും കൂടുതലായിട്ട് കടുത്ത വയറുവേദനയായിരുന്നു. ഉടൻ തന്നെ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ ചെക്കപ്പ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ വയറിൻ്റെ ഉള്ളിൽ എന്തോ ഒരു അണുബാധ ഉണ്ടായിട്ടുണ്ട്. ഈ അണുബാധയാണ് ഇത്രയും വയറുവേദന ഉണ്ടാകാനുള്ള കാരണം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാമെല്ലാം ക്യാൻസൽ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ നിങ്ങൾക്ക് മരുന്ന് നൽകാം. ഈ മരുന്ന് കഴിച്ചിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കണം നിങ്ങളുടെ സെൻറ്ററിലെന്ന് പറഞ്ഞു. പക്ഷെ ഞാനിങ്ങനെ ശാന്തമായിട്ടിരുന്ന് ആലോചിച്ചു. കാരണം 15 ദിവസത്തെ പ്രോഗ്രാമുകളെല്ലാം ഷെഡ്യൂൾ ചെയ്തതാണ്. ഓരോ സ്ഥലത്ത് ഓരോ പ്രോഗ്രാമുകൾ വലുതായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അവിടെ എല്ലാം സ്പീക്കറായിട്ട് പോയിട്ട് ക്ലാസ്സുകൾ എടുക്കേണ്ടതായിരുന്നു. ഞാൻ എന്ത് ചെയ്യും എന്ന് 1 മിനിറ്റ് മൗനമായിട്ടിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. ഞാനും ഇങ്ങനെ ചിന്തിക്കാൻ ആരംഭിച്ചു. ഇനി മറ്റുള്ളവരും പറഞ്ഞു, നിങ്ങളങ്ങനെ ശരീരത്തിന് കഷ്ടം കൊടുത്തിട്ട് വരണമെന്നൊന്നുമില്ല, പകരം പ്രോഗ്രാമൊക്കെ ക്യാൻസൽ ചെയ്തോളൂ, നിങ്ങളവിടെ തന്നെ ഇരുന്നോളൂ എന്ന് സൗത്ത് അമേരിക്കയിൽ എവിടെയൊക്കെയാണ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരിൽ നിന്നും എനിക്ക് മറുപടി കിട്ടി. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത തന്നെയായിരുന്നു, ബാബയുടെ സേവ ഈ ഒരു കാരണം മുടങ്ങിപ്പോകുമല്ലോ എന്നൊരു ചിന്ത. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലൊരു ചിന്ത ഇതായിരുന്നു, ഈ 15 ദിവസത്തേക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും ഹാളുകൾ ബുക്ക് ചെയ്തു. അതിന് പിന്നിൽ ഒരുപാട് ഇൻവിറ്റേഷൻസ് പ്രിൻ്റ് ചെയ്തു കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ട് ധാരാളം സേവാധാരികൾ പരിശ്രമിച്ചു. ടിക്കറ്റ് ബുക്ക് ചെയ്തു, അതിൻ്റെ പൈസ, ഇതെല്ലാം എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഇപ്പോൾ അതിൽ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ റിട്ടേൺ കിട്ടുമായിരിക്കും, പക്ഷെ ചിലതൊന്നും കിട്ടില്ല, ചിലതെല്ലാം അങ്ങനെ തന്നെ നഷ്ടമാകും. ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്നും സെൻറ്ററിലേക്ക് വന്നു. ഞാനിങ്ങനെ കുറേ മരുന്നുകളൊക്കെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ മരുന്നുകളും വളരെ നന്നായിട്ട് ഞാൻ നോക്കി വായിച്ചു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി എൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ എന്തോ ഒരു അണുബാധ കയറിയിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ടും രക്തത്തിൻ്റെ അളവും കുറയുന്നുണ്ടായിരുന്നു. രക്തത്തിൻ്റെ അളവും കൂടെ കുറഞ്ഞപ്പോൾ എന്തായി, ഒരുപാട് ക്ഷീണവും അനുഭവപ്പെടാൻ ആരംഭിച്ചു. ഞാൻ തിരിച്ചു വന്നു. എൻ്റെ മുന്നിൽ ഭക്ഷണമുണ്ട്, മരുന്നുമുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരേ ഒരു സങ്കല്പമാണ് ഉണ്ടായിരുന്നത്, എൻ്റെ ട്രിപ്പ് ഒരിക്കലും ക്യാൻസലാക്കാനായിട്ട് പാടില്ല. ബാബയുടെ സേവനം ഈ ഒരു കാരണം കൊണ്ട് മുടങ്ങി പോകരുത്. എനിക്ക് ഏതൊരു കാര്യപരിപാടിയാണോ സൗത്ത് അമേരിക്കയിലുള്ളവർ തന്നിരിക്കുന്നത്, ആ കാര്യപരിപാടി എനിക്ക് സക്സസ് ആക്കി മാറ്റണം. അതായിരുന്നു എൻ്റെ മനസ്സിലുള്ള ദൃഢസങ്കല്പം. പകരം ഒരു ഭാഗത്ത് എനിക്ക് വേദനയെക്കുറിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലൊരു ഭാഗത്തുണ്ടെങ്കിലും കൂടുതലായിട്ട് മനസ്സിൻ്റെ മുകളിൽ നിന്നിരുന്ന കാര്യം ഇതാണ്, ബാബയുടെ സേവനം. അന്ന് മുതൽ ഞാൻ വളരെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ
ഞാൻ എന്നോട് തന്നെ സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ ഈ ശരീരം എനിക്ക് സഹയോഗം തരുന്നു. എൻ്റെ ശരീരത്തിലെ ഏത് പ്രകാരത്തിലുള്ള ഒരു അണുബാധയാണ് ഉണ്ടായിരിക്കുന്നത്, ആ അണുബാധ ബാബയിൽ നിന്നുള്ള പവിത്രമായിട്ടുള്ള കിരണങ്ങളാൽ ആ അണുബാധ ഭസ്മമായി കൊണ്ടിരിക്കുന്നു. എൻ്റെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെടുകയാണ്. പവിത്രതയുടെ ശക്തിയിലൂടെ എൻ്റെ ശരീരം മുഴുവൻ പവിത്രതയുടെ കിരണങ്ങളാൽ നിറയുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസത്തിൽ 3 നേരം ഭക്ഷണം കഴിക്കുമ്പോഴും ആ ഭക്ഷണത്തിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് എൻ്റെ മനസ്സിലെ സങ്കല്പം ഇതായിരുന്നു: എൻ്റെ വയറിന് വേണ്ടി, എൻ്റെ ശരീരത്തിന് വേണ്ടി ഞാൻ ആദ്യം യോഗദാനം ചെയ്തു. ഞാൻ ഒരിക്കലും ആ ഒരു സമയത്ത് എൻ്റെ ശരീരം എനിക്ക് കഷ്ടം തരികയാണല്ലോ, എൻ്റെ ശരീരം എനിക്ക് സഹയോഗം തരുന്നില്ലല്ലോ, ഇതെന്തൊരു കഷ്ടമായി, എന്തൊരു ബുദ്ധിമുട്ടായി, ഈ ഒരു വേദന കാരണം ഇങ്ങനെ എനിക്കൊരു പ്രോഗ്രാം ക്യാൻസൽ ആവുകയല്ലേ, അങ്ങനെ ഒരു പ്രകാരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തയും ഞാൻ വരുത്തിച്ചതേയില്ല. പകരം എപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാനിരുന്നു, ഫുൾ എൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള പവിത്രതയുടെ യോഗദാനമാണ് ഞാൻ പ്രധാനമായിട്ടും ചെയ്തിരുന്നത്. എൻ്റെ മനസ്സിൽ ശ്രേഷ്ഠമായ സങ്കല്പങ്ങളും ശുഭസങ്കല്പങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനൊരു 3-4 ദിവസത്തോളം യോഗദാനം ചെയ്തു. എൻ്റെ വയറിന് വേണ്ടി, എൻ്റെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന അണുബാധ, അതിനോടും കൂടെ ഞാൻ സംസാരിച്ചു. നോക്കൂ, ഹലോ, എൻ്റെ ഈ ശരീരം വിട്ടു പോകണം. എനിക്ക് ഒരുപാട് ഈശ്വരീയ സേവനം ചെയ്യാനുള്ളതാണ്. എനിക്ക് റെസ്റ്റിന് പോലും സമയമില്ല, ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ല. എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് വലിയൊരു ട്രാവൽ ചെയ്തിട്ട് ബാബയുടെ സേവനത്തിനായിട്ട് പോകേണ്ടതാണ്. നീ എനിക്ക് സഹയോഗം തരണം, നീ എൻ്റെ ശരീരം വിട്ടു പോകണം. അങ്ങനെ ഞാൻ എൻ്റെ ദേഹത്തിനോട് വളരെ പോസിറ്റീവായി, വളരെ സ്നേഹത്തോടു കൂടെ ഞാൻ സംസാരിച്ചു. ഏതൊരു പൂർവ്വജന്മത്തിലെ കർമ്മത്തിൻ്റെ കണക്കുകൊണ്ടാണല്ലോ എനിക്കിങ്ങനൊരു വിഘ്നം വരുന്നത്. അതുകൊണ്ട് ഞാൻ ആ അണുബാധയോട് സംസാരിച്ചു. ബാബയിൽ നിന്നുള്ള പവിത്രമായിട്ടുള്ള കിരണങ്ങളെടുത്ത് എൻ്റെ ദേഹത്തിന് നൽകുകയും ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, ഒരു 4 ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും ഡോക്ടറുടെ അടുത്തേക്ക് പോയി. ഡോക്ടർ എന്നെ ചെക്കപ്പ് ചെയ്തു. ഡോക്ടർക്ക് തന്നെ വലിയൊരു അത്ഭുതമായിരുന്നു. ഡോക്ടർ പറഞ്ഞു, ഇതെങ്ങനെ സാധിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന് കഴിഞ്ഞത്? ചെക്കപ്പ് ചെയ്തപ്പോൾ ഈ അണുബാധ നിങ്ങളുടെ ശരീരത്തിൽ നിന്നേ പോയിരിക്കുന്ന ഒരവസ്ഥയിലാണല്ലോ, ആ ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ട് നിങ്ങളെ വിട്ടു പോയിരിക്കുന്നല്ലോ, നിങ്ങളെ എന്ത് അത്ഭുതമാണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് തന്ന മരുന്ന് അത് ഞാൻ ഉപയോഗിച്ചു, അത് ഞാൻ കഴിച്ചിരുന്നു. പക്ഷെ എപ്പോഴെല്ലാം ഇത്രയും ദിവസങ്ങളിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നുവോ, ആ ഭക്ഷണം കഴിക്കുന്നതെല്ലാം സ്പെഷ്യലി എനിക്കൊരു ശുഭസങ്കല്പം വെച്ച് ശ്രേഷ്ഠമായ ഭാവനയോടുകൂടിയായിരുന്നു ഞാൻ ഭക്ഷണം കഴിച്ചത്. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ പോകാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ എന്നാലും നിങ്ങൾക്ക് റെസ്റ്റ് ആവശ്യമാണ്. ഇത്രയും വലിയൊരു അണുബാധ നിങ്ങളുടെ ശരീരത്തിൽ ബാധിച്ചതുകൊണ്ട് അതിൻ്റെ ഏതെങ്കിലും പ്രകാരത്തിലുള്ള റിയാക്ഷനൊക്കെ ശരീരത്തിൽ ഉണ്ടാക്കും. പക്ഷെ അതിനാൽ നിങ്ങൾക്ക് റെസ്റ്റ് ആവശ്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാതിരിക്കാം, അല്ലെങ്കിൽ പോകാം. ഞാനപ്പോൾ ഡോക്ടറോട് ഹാ ഡോക്ടർ എന്ന് മാത്രം പറഞ്ഞു. ഇത്രയും ഞാൻ പറഞ്ഞു വന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? സങ്കല്പത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഒരു അത്ഭുത ശക്തിയാണ്. ഏത് അത്ഭുതങ്ങളും ഉണ്ടാക്കാൻ നമ്മുടെ മനസ്സിലെ സങ്കല്പങ്ങൾക്ക് സാധിക്കും. പക്ഷേ അത് പോസിറ്റീവായിരിക്കണം. അതിലെ ശുഭഭാവനയുണ്ടാകണം, ശുഭസങ്കല്പവും ഉണ്ടാകണം. സങ്കല്പത്തിൻ്റെ ശക്തി അത്ഭുതമായി തീരുന്നത് അതിൽ സ്വാർത്ഥത മിക്സ് ആകാതിരിക്കുമ്പോഴാണ്. ഇതിലെ ഞാൻ ഇത്രയും ദൃഢമായിട്ടുള്ള ശുഭസങ്കല്പം വയ്ക്കുമ്പോൾ ആ ശുഭസങ്കല്പത്തിലെ എൻ്റെ ശരീരം ശരിയാകണമെന്നോ എൻ്റെ ശരീരത്തിനെ ബാധിച്ചിരിക്കുന്ന രോഗം മാറണമോ എന്നതായിരുന്നില്ല എൻ്റെ ലക്ഷ്യം. പ്രോഗ്രാം മുടങ്ങരുത്. എന്നെ വിശ്വസിച്ച് ഏതൊരു പ്രോഗ്രാമാണോ സൗത്ത് അമേരിക്കയിലുള്ളവർ സംഘടിപ്പിച്ചിരിക്കുന്നത്, ആ പ്രോഗ്രാം മുടങ്ങരുത്. അതിന് എത്രയോ പേര് പരിശ്രമിച്ചു, അവരുടെ എനർജി വേസ്റ്റ് ആകാൻ പാടില്ല. അതിനുവേണ്ടി എത്രയോ പേര് സമയം കണ്ടെത്തി ബാബയുടെ സേവനം ചെയ്തു, അത് നിഷ്ഫലമാകരുത്. അതിൻ്റെ പുറകിൽ എത്രയോ പേര് ധനം ഉപയോഗിച്ചു,
ആ ധനം നിഷ്ഫലമാകരുത്. അതായിരുന്നു എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദൃഢസങ്കല്പം. അതിനാൽ എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല, എൻ്റെ ശരീരത്തിനെ ബാധിച്ചിരിക്കുന്ന രോഗത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചില്ല. എൻ്റെ മനസ്സ് മുഴുവൻ ആ പ്രോഗ്രാമായിരുന്നു, ആ പ്രോഗ്രാമിൻ്റെ സഫലതയായിരുന്നു. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ശുഭസങ്കല്പത്തിൽ സ്വാർത്ഥത പാടില്ല എന്ന് പറയാൻ കാരണം. അതിനർത്ഥം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നമ്മൾ ഏത് പ്രകാരത്തിലുള്ള മനസ്സാസേവനം ചെയ്യുമ്പോഴും ശുഭഭാവനയും ശുഭസങ്കല്പവും നൽകുമ്പോഴും അതിൽ സ്വാർത്ഥത കലർന്നു പോകാതെ നമ്മൾ നോക്കണം. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ശുഭസങ്കല്പത്തിലൂടെ, മനസ്സാസേവനത്തിലൂടെ, ശുഭഭാവനയിലൂടെയും ശുഭമായ കാമനയിലൂടെയും വിശ്വപരിവർത്തനം സാധ്യമാക്കാൻ പറ്റും. അതിനാൽ ഇന്നു മുതൽ നമുക്കെല്ലാവർക്കും തന്നെ നമ്മുടെ ശുഭഭാവനയിലൂടെ, ശുഭസങ്കല്പത്തിലൂടെ അനേക ആത്മാക്കളിലേക്ക് ശാന്തിയും ശക്തിയും സുഖവും സന്തോഷവും എത്തിക്കുന്നതിന് വേണ്ടി മനസ്സാസേവ തീവ്രമായിട്ട് ചെയ്യാം. എന്തുകൊണ്ടെന്നാൽ ഇന്ന് ലോകത്തിലുള്ള മനുഷ്യാത്മാക്കൾക്ക് നമ്മളിൽ നിന്നും ആവശ്യകത ഇതാണ്. ഈ പ്രകാരത്തിലുള്ള രക്ഷാസൈന്യമായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. ഓം ശാന്തി.